ഹലോ അസ്സാം വലൈക്കും. ഇന്നത്തെ നമ്മുടെ വീഡിയോ നമ്മൾ മക്കയിലോട്ട് പോവാണ്, ഉംറ ചെയ്യാൻ പോവാണ്. അപ്പോൾ ഉംറ കഴിഞ്ഞിട്ട് അവിടെ ഇളച്ചൻ അനിയനുണ്ടെന്ന് പറഞ്ഞല്ലോ, അപ്പോൾ അവരുടെ റൂമൊക്കെ പോവും. അപ്പോൾ അതാ നമ്മൾ മക്കൻ്റെ ബോർഡർ കടന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പെരുന്നാളിൻ്റെ പിറ്റേന്ന് രാത്രിയാണ് കേട്ടോ പോയത് മക്കത്തേക്ക്. രാത്രി ഒരു 1:30 ഒക്കെ ആയിട്ടുണ്ടാവും ടൈം. അപ്പോൾ ഈ കാണുന്ന ഖുറാനിക് ഗേറ്റാണ് മക്ക ഗേറ്റ് എന്ന് അറിയപ്പെടുന്നത്. അപ്പോൾ ഈ ഗേറ്റിലൂടെയാണ് നമ്മൾ മക്കയിലേക്ക് എൻട്രി ചെയ്യുന്നത്. അപ്പോൾ രാത്രി ഈ ഗേറ്റ് കാണാൻ നല്ല ഭംഗിയാട്ടോ. അതിൻ്റെ ഉള്ളിലൊക്കെ മാഷാ അല്ലാഹ് ലൈറ്റൊക്കെ വെച്ചിട്ട് നല്ല ഭംഗിയാണ് കാണാൻ. അപ്പം നമ്മൾ ഹെറം പള്ളിയിലെത്തി. പിന്നെ ഞാൻ അധികം വീഡിയോസൊന്നും എടുത്തിട്ടില്ല, കാരണം നമ്മളെ ലക്ഷ്യം ഉംറയാണല്ലോ. അപ്പോൾ ഉംറയൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ച് സമയം അവിടെ സംസമൊക്കെ കുടിച്ച് അവിടെ ഇരുന്നു. പിന്നെ ഇതാ മറുവ പർവ്വതമാണിത്. അപ്പോൾ അധികം വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലേക്ക് കയറൽ അലോഡെല്ലാം ക്ലോസ് ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഉംറക്ക് വന്നപ്പോൾ ഇതിൻ്റെ ഉള്ളിലേക്കൊക്കെ കയറിയിരുന്നു. അപ്പോൾ ഇവിടെയൊക്കെ നിറച്ച ആളുകളായിരുന്നു. ഇവിടെ സുന്നത്ത് നിസ്കരിക്കലും ദുആകളൊക്കെ ആയി കുറേ ആൾക്കാരുണ്ടായിരുന്നു. അപ്പോൾ 2 മണിക്കാണ് നമ്മൾ ഉംറ സ്റ്റാർട്ട് ചെയ്തത്. സുബൈ ആയപ്പോൾ തന്നെ നമ്മുടെ ഉംറ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ സുബൈ നിസ്കാരം കഴിഞ്ഞിട്ടാണ് നമ്മൾ ഹറമെന്ന് പോകുന്നത്. അപ്പോൾ അതാ നമ്മളെ ഉംറയൊക്കെ കഴിഞ്ഞ് സുബൈ നിസ്കാരം കഴിഞ്ഞ് നമ്മൾ അവരുടെ റൂമിലേക്ക് പോവുകയാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് എല്ലാവർക്കും ഇവിടെ വരാനുള്ള ഭാഗ്യം ഉണ്ടാവട്ടെ. അൽഹംദുലില്ലാ നമ്മളെ ഉംറ കുഴപ്പമൊന്നുമില്ലാതെ കഴിഞ്ഞു. അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. നോമ്പൊക്കെ കഴിയുമ്പോൾ അധികം തിരക്കൊന്നും ഉണ്ടാവില്ല എന്ന് കരുതി പോയതാണ്, പക്ഷെ നല്ല തിരക്കായിരുന്നു. പിന്നെ നമ്മൾ അവരുടെ റൂമിലെത്തി ഒന്ന് റീഫ്രഷ് ആയി, ഒന്ന് ഉറങ്ങി എണീറ്റ് ഫുഡൊക്കെ കഴിച്ചിട്ട് പിന്നെ നമ്മൾ ഒന്ന് പുറത്തു പോയി മക്കളെയൊക്കെ കൊണ്ടുവന്ന് പാർക്കിലോട്ട് പോകാതിരിക്കാണ്ട് അവരുടെ അടുത്തുള്ള ഒരു പാർക്കിൽ തന്നെ പോയി. അപ്പോൾ അതാ നമ്മൾ പാർക്കിലൊക്കെ എത്തി. രണ്ടാളും നല്ല ഹാപ്പിയിലായിരുന്നു കേട്ടോ. അതിനു ആദ്യമൊക്കെ അവിടെ ഇറങ്ങിയപ്പോൾ തന്നെ കളിക്കാൻ ഓടുകയായിരുന്നു. അപ്പോൾ എല്ലാ മക്കളും ഇങ്ങനെ തന്നെ ആയിരിക്കൂലേ, പാർക്കിങ്ങൊക്കെ ചെന്നാൽ പിന്നെ അവർ ഫുൾ എൻജോയ് ചെയ്യിക്കാരും. പിന്നെ നമ്മളൊന്നും അവർക്ക് ആവശ്യമേ ഉണ്ടാവില്ല. അതേപോലെ തന്നെ ആയിരുന്നു ഇവർ. ഇവിടെ ചെന്ന് ഇറങ്ങിയത് ഓർമ്മയുണ്ട്. പിന്നെ അങ്ങോട്ട് പോരാൻ നേരത്തെ അവർ വലിച്ചു കൊടുന്നൊക്കെയാണ്. ഒരു താല്പര്യവും ഇല്ലായിരുന്നു അവർക്ക് പോരാൻ. അത്യാവശ്യം നല്ല തിരക്കും ഉണ്ടായിരുന്നു പാർക്കിൽ. പെരുന്നാളിൻ്റെ പിറ്റേന്നാണ്. പിന്നെ ഇവിടെ മദ്രസൊന്നുമില്ല, മദ്രസിനൊക്കെ ലീവാണ്. അപ്പോൾ അത്യാവശ്യം നല്ല തിരക്കും ഉണ്ടായിരുന്നു. കാർ റൈഡിങ്ങും കുട്ടികളൊക്കെ കളിക്കാൻ പറ്റിയ ഒരുപാട് ഐറ്റംസ് ഉണ്ടായിരുന്നു ഇവിടെ. അപ്പോൾ അതിനും ആദ്യം കളി തുടങ്ങിയിട്ടുണ്ട്. ഇവിടെ അങ്ങനെ നമ്മൾ അധികം പരിചയമുള്ളവരൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇവർ രണ്ടാളും ഒരുമിച്ചാൽ പിന്നെ ഭയങ്കര കളിയായിരിക്കും കേട്ടോ. അവരെ പിടിച്ചാൽ കിട്ടൂല പിന്നെ നമുക്ക്. അവരെയും പറഞ്ഞിട്ട് കാര്യമില്ല, നാട്ടിൽ നിന്ന് പോരുന്നതല്ലേ. നാട്ടിൽ പുറത്ത് കളിച്ച് മണ്ണിലും തൊടിയിലൊക്കെ നടന്ന് കളിച്ച മക്കളല്ലേ. അപ്പോൾ പിന്നെ ഇവിടെ വരുമ്പോൾ കൂട്ടിലിടുമ്പോൾ ഓൽക്കും ഉണ്ടാവില്ല ഒരു ബോറടി. അപ്പോൾ ഓൽക്കും ഒന്ന് എൻജോയ് ചെയ്യട്ടെ എഴുതി ഇടയ്ക്കൊക്കെ അങ്ങനെ ഒന്ന് പുറത്ത് കൊണ്ടുപോകും. അങ്ങനെ ഓൽക്ക് കാറിൽ ഡ്രൈവ് ചെയ്യണം പറഞ്ഞിട്ട് പിന്നെ ഓൽക്ക് രണ്ടാൾക്കൊരു കാർ എടുത്ത്. അപ്പോൾ അത് റിമോട്ടിലാണ് പോണത്. നമ്മൾ ബാക്കിൽ നിന്ന് റിമോട്ടിൽ നെക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിന് 15 മിനിറ്റിന് 10 റിയാലൊക്കെയാണ് തോന്നുന്നുണ്ട്.
നമ്മൾ അവിടെയൊക്കെ ഒന്ന് ചുറ്റിക്കറങ്ങി. പിന്നെ അതാ വലിയവർക്ക് പോകാനുള്ള ഒരു സൈക്കിളും ഉണ്ട് അവിടെ. അപ്പം നമ്മൾ അതൊന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ കരുതി. എല്ലാതും വേണമല്ലോ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാം. അപ്പോൾ അതാ നമ്മൾ അതിലൊന്ന് കയറാൻ കരുതി. അപ്പോൾ അതാ 4 ആൾ പോണ ഒരു സൈക്കിളാണിത്. അപ്പോൾ ആദ്യക്ക് ഇപ്പോൾ പോരാൻ താല്പര്യമില്ല. ഇനി ഓനക്ക് ബൈക്ക് അവിടെ കുട്ടികളെ ഓട്ടണ ബൈക്ക് കണ്ടിന്. അപ്പോൾ അതിൽ പോകണം പറഞ്ഞിട്ട് വാശി എടുക്കേനി. പിന്നെ അതിന് ഭയങ്കര കരച്ചിലേനി. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് കൊണ്ടുപോകാൻ പറഞ്ഞിട്ട് ഓന് സമ്മതിക്കണില്ല. അപ്പോൾ ആദ്യം എടുത്ത വണ്ടിക്ക് ബ്രേക്ക് ഇല്ലായിരുന്നു. പിന്നെ നമ്മൾ അത് അവിടെ തന്നെ കൊണ്ടുപോയി കൊടുത്തിട്ട് പിന്നെ ബ്രേക്കുള്ളൊരു വണ്ടി എടുത്ത് കൊടുന്നു. അപ്പോൾ അതാ നമ്മൾ ബാക്കിൽ നിന്ന് ഇങ്ങനെ ചവിട്ടി കൊടുക്കണം. അപ്പോഴൊന്നും കൂടി സ്പീഡ് പോകുള്ളൂ. നമ്മൾ ചവിട്ടിയിട്ടില്ലെങ്കിലും പോകും. മുന്നിലുള്ളവർ ചവിട്ടിയാലും പോകും. ബാക്കിൽ നിന്ന് നമ്മൾ കൂടി ചവിട്ടിയാൽ ഒന്നും കൂടി സ്പീഡിൽ പോകും. അപ്പോൾ ഇതിനിപ്പോൾ എത്ര 15 മിനിറ്റിന് 20 റിയാലാ തോന്നുന്നുണ്ട്. അപ്പോൾ അതങ്ങനെ ഒരു ദിവസം എല്ലാം നമുക്കൊരു എൻജോയ്മെൻറ്റ്. അപ്പോൾ അതാ പിന്നെ ഞാൻ ഇറങ്ങിയിട്ട് പിന്നെ അവർ പോണതൊന്നും എടുത്തതാണ്. പിന്നെ നമ്മൾ അതിൽ നിന്ന് ഇറങ്ങിയിട്ട് പിന്നെ അതിനോട് പറഞ്ഞതല്ലേ ബൈക്ക് ഇത് കഴിഞ്ഞിട്ട് എടുത്തു തരണ്ടെന്ന് പറഞ്ഞതല്ലേ. അപ്പോൾ പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെ ഒരു ബൈക്ക് കൊടുത്തു. അതിനും 15 മിനിറ്റിന് 10 റിയാലൊക്കെ തോന്നുന്നുണ്ട്. അപ്പോൾ വണ്ടിൻ്റെ ഒരു ഭ്രാന്താണ് എനിക്ക്. എത്ര വണ്ടി എക്സ്പീരിയൻസ് ചെയ്താലും എത്ര ടോയ്സ് വാങ്ങിയാലും ഒന്നും മതിയാവില്ല. എല്ലാ ആൺകുട്ടികളും ഇങ്ങനെ തന്നെ ആയിരിക്കും എന്നാണ് ഞാൻ കരുതണത്. പിന്നെ നമ്മൾ അവിടേക്ക് ഒന്ന് ചുറ്റിക്കറങ്ങി. പിന്നെ അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ ഓൾക്ക് ഐസ്ക്രീം വേണമെന്ന് പറഞ്ഞ്. ഓൾക്ക് മാത്രമല്ല ഓരോ പേരും പറഞ്ഞ് നമുക്കും കഴിക്കാമല്ലോ. അപ്പോൾ അങ്ങനെ നമ്മൾ ഐസ്ക്രീമൊക്കെ കഴിക്കുകയാണ്. അപ്പോൾ ഇതാ നമ്മൾ ഐസ്ക്രീമൊക്കെ കഴിക്കുകയാണ്. അത്യാവശ്യം ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു, കുഴപ്പമൊന്നുമില്ല. പിന്നെ നമ്മൾ ഐസ്ക്രീമൊക്കെ കഴിച്ച് പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. അപ്പോൾ ഉച്ചക്കത്തെ ഫുഡ് തന്നെ നമ്മൾ കഴിച്ചപ്പോഴത്തിന് ഏകദേശം 4 മണി 4:30 ആയിട്ടുണ്ട് ടൈം. ഉറങ്ങി എണീറ്റപ്പോഴത്തിന് അധികം സമയം വൈകിയിരുന്നു. അപ്പോൾ പിന്നെ ഇപ്പോൾ ഒരു ഐസ്ക്രീം കൂടിയും കഴിച്ചപ്പോൾ നമുക്ക് വയറ് നന്നായി ഫില്ലായിരുന്നു. അപ്പോൾ പിന്നെ ഇനി ഫുഡൊന്നും വേണ്ട, നമുക്ക് റൂമിലേക്ക് പോകാമെന്ന് പറഞ്ഞ് നമ്മൾ തിരിക്കുകയായിരുന്നു. നമ്മൾ ജിദ്ദയ്ക്കും ഓല് മക്കത്തേക്കും ഓല റൂമിലേക്കും തിരിക്കാമെന്ന് കരുതി. അപ്പോൾ പോണ ഇടയിൽ ഇളച്ചിൻ്റെ ഫ്രണ്ട് വിളിച്ചപ്പോൾ നമ്മളൊക്കെ കൂടെ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ഓൻ്റെ ട്രീറ്റ് ഉണ്ട്, എന്തായാലും ഓല ഫുഡ് കഴിക്കാതെ പറഞ്ഞേക്കല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് അവർ നമ്മളെ അൽഷാമിൽ റെസ്റ്റോറൻറ്റിലേക്ക് കൊണ്ടുപോയി. അപ്പോൾ ഈ ഒരു ഹോട്ടൽ സൗദിയിലുള്ള ഒരുപാട് ഒട്ടുമിക്ക ആൾക്കാർക്കൊക്കെ അറിയായിരിക്കും. ഇപ്പം നമ്മൾ നാട് മുഴുവൻ കേരളം മുഴുവൻ ഒട്ടാകെ ഒരുമിച്ച് നിന്ന നമ്മളെ സൗദിയിലെ റഹീമിൻ്റെ കൂട്ടായ്മയിലേക്ക് ബിരിയാണി ചലഞ്ച് വെച്ചിട്ട് 9 ലക്ഷം സമാഹരിച്ചു കൊടുത്ത ഒരു റെസ്റ്റോറൻ്റാണിത്. നല്ല തിരക്കായിരുന്നു. നമ്മൾ ചെന്നപ്പോൾ കാലെടുത്ത് വെക്കാൻ പോലും നമുക്ക് അവിടെ സ്ഥലം ഉണ്ടായിരുന്നില്ല. അപ്പോൾ പിന്നെ നമുക്ക് വെയിറ്റ് ചെയ്യാൻ സമയമില്ലാത്തതുകൊണ്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. അപ്പോൾ മക്ക സിറ്റിയിലെത്തിയാൽ നമുക്ക് ഒത്തിരി ദൂരത്ത് നിന്ന് നമുക്ക് ഈ ഒരു ക്ലോക്ക് ടവറിൻ്റെ മുകൾ ഭാഗം ശരിക്കും കാണാൻ കഴിയും കേട്ടോ. നല്ല ഹൈറ്റിലാണല്ലോ ആ ക്ലോക്ക് ടവർ ഉള്ളത്. അപ്പോൾ പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി പിന്നെ നമ്മൾ പറഞ്ഞില്ലേ വേറൊരു ഹോട്ടലിൽ പോയി ഫുഡൊക്കെ കഴിച്ച് പിന്നെ നമ്മൾ ജിദ്ദയിലേക്ക് തിരിക്കുകയാണ്. അവരെ റൂമിലേക്കും പോയി, നമ്മൾ നമ്മുടെ റൂമിലേക്കും പോയി. അപ്പോൾ ഈ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യട്ടോ. ഇൻഷാ അല്ലാഹ് നെക്സ്റ്റ് ഒരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും അസ്സലാമു അലൈക്കും, ബൈ.